ആ സമയത്ത് അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജുമുഅ നിസ്കരിക്കുകയാണ്. അവിടെ താമസിച്ചിരുന്ന ഗോത്രക്കാരെയും കൂട്ടിയിട്ട് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജുമുഅ നിസ്കാരം നിർവഹിക്കുകയാണ്. ആ സ്ഥലത്താണ് മദീനയിൽ ആദ്യമായി ജുമുഅ നിർവഹിക്കപ്പെട്ടത്. മദീനയിൽ ഖുബായിൽ താമസിച്ചതിന്റെ 4 ദിവസം പിന്നിടുമ്പോഴാണ് മദീനത്തേക്ക് ഇന്ന് കാണുന്ന മസ്ജിദുൻ നബവി നിലകൊള്ളുന്ന ഭാഗത്തേക്ക് അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. ഖുബായിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് മസ്ജിദ് ജുമുഅ നിലകൊള്ളുന്നത്. അവിടെയാണ് അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ജുമുഅ നിസ്കരിച്ചത്. അവിടെ താമസിച്ചിരുന്നത് ബനൂ സാലിം ഇബ്നു ഔഫ് ഗോത്രക്കാരാണ്. അൻസ്വാരികളായ സ്വഹാബികളായിരുന്നു അവർ. അവരെ കൂട്ടിയാണ് ജുമുഅ നിസ്കരിച്ചത്. നബിതങ്ങളും കൂടെ വന്ന ഏതാനും ആളുകളും ആ ഗോത്രക്കാരെ ചേർത്തുകൊണ്ട് ജുമുഅ നിർവഹിക്കുകയാണ്. ആദ്യമായി ജുമുഅ നിർവഹിക്കപ്പെട്ട സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയായതുകൊണ്ടാണ് മസ്ജിദ് ജുമുഅ എന്ന പേര് വന്നിട്ടുള്ളത്. മദീനത്തെ പള്ളികളിൽ മസ്ജിദുൻ നബവി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിപ്പമുള്ള വിശാലതയുള്ള പള്ളികളിൽ ഒന്നാണ് മസ്ജിദ് ജുമുഅ. ആ മസ്ജിദ് ജുമുഅയുടെ ഉള്ളിൽ കയറിയ ആളുകളാണെങ്കിൽ മസ്ജിദ് ജുമുഅയുടെ ഉള്ളിൽ കയറിയ ഉംറക്ക് പോയപ്പോ മദീന സിയാറത്ത് ചെയ്യുമ്പോൾ അങ്ങനെ പുറത്തുകൂടെ ബസ് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതേ കാണുള്ളൂ. അവിടെ ജോലി ആവശ്യമായിട്ട് നമ്മുടെ അസീസ് മുസ്ലിയാരൊക്കെ മദീനത്ത് ഉണ്ടായിരുന്ന ആളുകൾ അവരെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കയറി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ചിലപ്പോ കണ്ടതുപോലെ കാണാനുള്ള കൊതി കൊണ്ട് പറയും അല്ലേ? കാണാനുള്ള കൊതി കൊണ്ട് കണ്ടതുപോലെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലേ ഞാനും ആദ്യമായി പോയ സമയത്ത് ആദ്യം ഉംറക്ക് വേണ്ടി പോയി മദീന സിയാറത്ത് ചെയ്യുമ്പോൾ ആ മദീനയിൽ വിദ്യാർത്ഥിയായി നിന്നിരുന്ന എൻ്റെ ഒരു ഫൈസി കരുവാരമുണ്ട്. ആ ഫൈലി മദീനയിലെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കൊണ്ടുപോയി കാണിച്ചു. ഉംറക്ക് പോകുന്ന മദീന സിയാറത്ത് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ അത്ര വിശാലമായി കാണാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കൊണ്ടുപോയി ഞാൻ ആദ്യമായി ചെന്നതല്ലേ. അപ്പോ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ കാണിച്ചു. ആ കൂട്ടത്തിൽ മസ്ജിദുൽ ജുമുഅയുടെ കാണാൻ ഭാഗ്യം കിട്ടി. ആ മസ്ജിദുൽ ജുമുഅ അതിന്റെ മിനാരങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതർ